വന്യജീവികളെ ഉപദ്രവിക്കരുതെന്ന സന്ദേശവുമായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കാശ്മീർ കരകൗശല ഉൽപ്പന്നമായ മാനുകളുടെ വിൽപ്പന. ദേശീയപാതയിൽ നേര്യമംഗലം പാലം മുതൽ വാൾറ വരെയുള്ള ഭാഗം വനമേഖലയിലാണ് വിൽപ്പന നടക്കുന്നത്. വനമേഖലയിൽ വരുന്ന ഈ ഭാഗത്ത് പാതയോരത്ത് ജീവനില്ലാത്ത മാനുകൾ നിരനിരയായി ഇരിക്കുന്നത് മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം പാലം മുതൽ വാൾറ വരെയുള്ള ഭാഗത്തെ വനമേഖലയോട് ചേർന്നാണ് കാശ്മീർ കരകൗശല ഉൽപ്പന്നമായ മാനുകളുടെ വിൽപ്പന നടക്കുന്നത്. ഈ ഭാഗത്ത് പാതയോരത്ത് ജീവനില്ലാത്ത മാനുകൾ നിരനിരയായിരിക്കുന്ന മനോഹര കാഴ്ചയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഓരോ മാൻശില്പത്തിലും എന്നെ ഉപദ്രവിക്കരുത് എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വന്യജീവികളെ ഉപദ്രവിക്കരുതെന്ന സന്ദേശവും ഇതുവഴി നൽകിക്കൊണ്ടാണ് ശില്പങ്ങളുടെ വിൽപ്പന നടത്തുന്നത്. പ്രധാനമായും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളെയും മറ്റ് വഴിയാത്രക്കാരെയും ലക്ഷ്യമിട്ടാണ് വിൽപ്പന നടക്കുന്നത്. ഇത് കാണുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി യാത്രക്കാരാണ് ഇവിടെ ഇറങ്ങുന്നത്. കാശ്മീർ നിർമ്മിതമായ മാനുകൾ എന്നിവയ്ക്ക് ഒപ്പം വിവിധയിനം കൃത്രിമ പുഷ്പങ്ങളും ഓട്ടോറിക്ഷയിൽ നിറച്ചു വച്ചാണ് പാതയോരത്ത് വിൽപ്പന നടക്കുന്നത്. വിനോദസഞ്ചാര സീസൺ മുന്നിൽ കണ്ടു തുടങ്ങിയ കച്ചവടം വിജയകരമാണെന്ന് വ്യാപാരിയായ തൊടുപുഴ വണ്ണപ്പുറം ആലുങ്കൽ റഷീദ് പറയുന്നു. ഈ കൂട്ടത്തിൽ മൂന്നാർ പോകുന്ന തിരിച്ചു പോകുന്ന ഒരു സംഭവത്തിന് വരുന്നതാണ്. ഇതാണ് ശരിക്കും ജമ്മു കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോട്ടൺ ലെതറാണ്. ഇത് ശരിക്കും ഒറിജിനാലിറ്റി പോലെ തന്നെ ഇരിക്കുന്ന സംഭവമാണ്. ഇതിനാണ് വില വരുന്നത്. ഇത് അവിടെ ഉള്ളവർ ഇവിടെ വന്ന് പണിതെന്ന് നമ്മളെടുത്ത് ചെയ്ത് നടത്തുന്നതാണ്. നിൽക്കും. ഇത് പറിച്ചാലോ ഒന്നോ പോലുമില്ല. കൊമ്പോ ഇതൊന്നും പോകുന്ന ഐറ്റമല്ല. നിലത്ത് വീണാലും കുട്ടികൾക്ക് വീട്ടിലും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ്. ടൂറിസ്റ്റാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതിൽ എല്ലാവരും വന്ന് ചോദിച്ചു പോകുന്നവരാണ് 100 പേരും. 10-20 പേരും കച്ചവടം മാത്രമേ നടത്തുന്നു. ജമ്മു കാശ്മീരിൽ നിന്നാണ് ഇവിടെ മാനുകളുടെ ശില്പങ്ങൾ എത്തിക്കുന്നതെന്നും 1 മാസക്കാലമായി ഇവിടെ വിൽപ്പനയുമുണ്ട്. ഓരോ മാനുകൾക്കും 1000 മുതൽ 3500 രൂപ വരെ വില കിട്ടുമെന്നും വ്യാപാരി മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.